ഷാർജ പുസ്തകോത്സവത്തെ ആവേശത്തിലാഴ്ത്തി ഹോളിവുഡ് താരം വിൽ സ്മിത്ത്. മേളയുടെ പ്രധാന വേദിയിൽ താരം വായനക്കാരുമായി സംവദിച്ചു. ആയിരങ്ങളാണ് പ്രിയ താരത്തെ കാണാൻ മേളയിലേക്ക് ഒഴുകിയെത്തിയത്. നിരവധി പ്രമുഖരാണ് ഓരോ ദിവസവും ഷാർജ പുസ്തകമേളയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും വിദേശികളുമായിട്ടുള്ള പ്രമുഖരെത്തുന്നു. അപ്പോഴാണ് ഹോളിവുഡ് സ്റ്റാറായ വിൽ സ്മിത്ത് അങ്ങോട്ടെത്തുന്നത്. സ്വാഭാവികമായിട്ടും ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു താരം അവിടെ എത്തുമ്പോൾ ആ രീതിയിൽ തന്നെയുള്ള വലിയ സ്വീകരണം ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വിൽ സ്മിത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലുപരി അദ്ദേഹം വലിയ വായനക്കാരനും കൂടിയാണ് എന്നുള്ളതാണ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷിനോജ്, വലിയ തിരക്കായിരിക്കും, ആ ഭാഗത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്തതുപോലെ അദ്ദേഹത്തിന്റെ ഫാൻസ് അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം എപ്പോഴാണ് എത്തിയത്? എന്തൊക്കെ പരിപാടികളായിരുന്നു? UAE സമയം രാത്രി 8:30-ക്കാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഇവിടെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വൈകുന്നേരം 4:30 മുതൽ, അതായത് 4 മണിക്കൂർ മുമ്പ് വരെ ആരാധകർ ഇവിടെ എത്തി കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ കാണാനായിട്ട്. വലിയൊരു സുരക്ഷാ സംവിധാനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 8:30-ക്ക് പ്രധാന വേദിയിൽ അദ്ദേഹം കൃത്യ സമയത്ത് തന്നെ എത്തി. അദ്ദേഹത്തെ ആർപ്പുവിളികളോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. പ്രധാനമായും ഏതൊക്കെ തരത്തിൽ ജീവിതത്തെ നേരിട്ടു എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വായനക്കാരിൽ നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പോലുള്ള സിനിമകൾ നിരവധി പേരെ ജീവിതത്തിൽ മുന്നേറാൻ സഹായിച്ചിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഒരു വിഷയത്തിലായിരുന്നു അനസ് മുഖാത്തിറുമായിട്ട് അദ്ദേഹം സംസാരിച്ചത്. കൂടുതലും ഈ മേഖലയിൽ ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തു, എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു, എങ്ങനെ ജീവിതത്തിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വായനക്കാരുമായിട്ട് സംവദിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരം തുടരുകയാണ്. നിരവധി പേർ അദ്ദേഹത്തെ കാണാനായി ഇപ്പോഴും വേദിയുടെ പുറത്തായും കാത്തു നിൽക്കുന്നുണ്ട്. ധന്യ. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. വിൽ സ്മിത്താണ് ഇന്ന് പ്രധാന അതിഥിയായി ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ എത്തിയിരുന്നത്.